Our next topic is human resource management. ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിലേറ്റഡ്, അതായത് അതിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുമായി റിലേറ്റ് ചെയ്ത ഒരു ടേമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. ഇവിടെ ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ജീവനക്കാർ, അവരുടെ ടോട്ടൽ നോളേജ്, സ്കിൽസ്, ക്രിയേറ്റീവ് എബിലിറ്റീസ്, ടാലൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു ഓർഗനൈസേഷൻ ഇവരെ, അതായത് ഈ വർക്ക് ഫോഴ്സിനെ, അതിലെ ജോലിക്കാരെ കണ്ടുപിടിക്കുന്നതും അതുപോലെ തിരഞ്ഞെടുക്കുന്നതും അവർക്ക് വേണ്ടത്ര ടെക്നിക്കൽ എബിലിറ്റീസ് ഉണ്ടാവാൻ വേണ്ടി കൊടുക്കുന്ന ടാസ്കുകളും ഇതെല്ലാം ചേർന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. The total knowledge, skills, creative abilities, talents and aptitudes of an organization's workforce, as well as the value, attitudes and beliefs of the individuals involved. ഇത് എല്ലാം ചേർന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓരോ രാജ്യങ്ങളുടെയും എക്കണോമിക് ഡെവലപ്മെന്റിലുള്ള ഡിഫറൻസ് കാരണം ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം സഹായകമാകുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. പല രാജ്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവാനും കാരണം, എക്കണോമിക് ഡെവലപ്മെന്റിലെ ഡിഫറൻസ് ഉണ്ടാവാനും കാരണം അവിടുത്തെ വർക്ക് ഫോഴ്സിൽ വരുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് HRD, functions of human resource management, factors affecting manpower planning തുടങ്ങിയവയാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീൻസ് employing people, developing their resources, utilizing, maintaining and compensating their services in tune with the job and organization requirements. അതായത് ഒരു ഓർഗനൈസേഷന് എന്തൊക്കെയാണ് വേണ്ടത്, അതിലെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ജോലിക്ക് എടുക്കുന്ന വ്യക്തികളെ, ജീവനക്കാരെ, അവരുടെ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ യൂട്ടിലൈസ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ അവരുടെ സർവീസിനെ ഉൾക്കൊള്ളുന്നതുമായ എല്ലാ കാര്യങ്ങളെയും ചേർത്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് എന്നും പറയാം. ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ, PERSONNEL ആണ്, പേഴ്സണൽ മാനേജ്മെന്റ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് ഒരു വർക്ക് ഫോഴ്സിനെ മാനേജ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. First point, to create and utilize
enable and motivated workforce to accomplish the goals. അതായത് ഒരു ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടായിരിക്കും. ആ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി അത് അക്കംപ്ലിഷ് ചെയ്യാൻ ഒരു വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കുകയും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക. അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. Second point, to establish and maintain organizational structure and desirable working relationships among the members. ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ എല്ലാ മെമ്പേഴ്സും തമ്മിൽ ഒരു നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. Third one, to integrate the individual and groups by coordination of the individual and group goals. അതായത് ഇൻഡിവിജ്വലായി സ്കിൽസ് ഉണ്ടായിരിക്കും, അതുപോലെ ഗ്രൂപ്പ് ആയി വർക്ക് ചെയ്യുമ്പോഴുള്ള ഓരോരുത്തരെയും സ്കില്ല് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് എല്ലാം ഒന്നിച്ച് കൊണ്ടുപോവുക. അതായത് ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ടായിരിക്കും. ഒരു കമ്പനിയിലെ ഒരു വർക്കർക്ക് കൊടുക്കുന്ന ടാസ്ക് ആണ് അയാളുടെ ഇൻഡിവിജ്വൽ ഗോൾ എന്ന് പറയുന്നത്. ആ ഒരു വർക്കർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്ന, അതായത് ഒരു പ്രത്യേക ഡ്യൂറേഷനിൽ ചെയ്തു തീർക്കേണ്ട വർക്കാണ് ആ ഒരു ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. അത് എല്ലാം ഒന്നിച്ചു കൊണ്ടുപോവുക എന്നതാണ് തേർഡ് ഒബ്ജക്റ്റീവ്. ഫോർത്ത് വൺ, ടു ക്രിയേറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ മുഴുവനായും സ്കില്ലുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ട ഫെസിലിറ്റീസും അതുപോലെ അവർക്ക് ഉയർന്നു പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഫോർത്ത് ഒബ്ജക്റ്റീവ്. Fifth one, to attain an effective utilization of human resources in the achievement of goals. ഹ്യൂമൻ റിസോഴ്സസിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. അതായത് ഒരു കമ്പനിയിലെ ഗോൾ എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നായിരിക്കും മിക്ക കമ്പനികളിലെയും ഗോൾ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരിക്കും മറ്റൊരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. Sixth point is providing adequate wages, incentives, employee benefits and social security and measures for challenging work, prestige, status, recognition, etc. ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ ചെയ്യുന്ന വർക്കിന് അനുസൃതമായി അയാൾക്ക് വേജ്, അതായത് സാലറി, ഇൻസെൻറ്റീവുകൾ, അതുപോലെ എംപ്ലോയികൾക്ക് ബെനിഫിറ്റുകൾ, ബോണസ്, പിന്നെ അവരുടെ ജോലിക്കുള്ള ഒരു സ്റ്റാറ്റസ്, ഇതെല്ലാം കൊടുക്കുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. ടു മെയിൻറ്റെയിൻ ഹൈ എംപ്ലോയി മോറൽ ആൻഡ് ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് ബൈ ഇംപ്രൂവിങ് വേരിയസ് ഫെസിലിറ്റീസ്. ഒരു ഓർഗനൈസേഷനിലെ വേരിയസ് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എംപ്ലോയീസ് പെരുമാറുന്നതും അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് എൻവിയോൺമെൻറ്റും അതുപോലെ ഹ്യൂമൻ റിലേഷൻഷിപ്സും ഒരുപോലെ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. ടു സ്ട്രെങ്തൻ ആൻഡ് appreciate human assets continuously by providing training and developmental programs. ഒരു വർക്കറിൻ്റെ സ്കില്ല് ഉയർത്തുന്നതിന് വേണ്ടി തുടർച്ചയായ ട്രെയിനിങ്ങുകളും അതുപോലെ സ്കിൽ ഡെവലപ്മെൻ്റൽ പ്രോഗ്രാംസും കൊടുക്കുക എന്നതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. To provide an opportunity for expression and voice in management. മാനേജ്മെൻറ്റിലെ കാര്യങ്ങൾക്ക്, അതായത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായവും അതുപോലെ അവരുടേതായ വോയിസും, അതായത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു
ചാൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് വേറൊരു ഒബ്ജക്റ്റീവ്. ടു പ്രൊവൈഡ് ഫെയർ, ആക്സെപ്റ്റബിൾ ആൻഡ് എഫിഷ്യൻറ്റ് ലീഡർഷിപ്പ്. നല്ലൊരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. ടു ക്രിയേറ്റ് ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഫോർ മെയിൻറ്റെയിനിങ് സ്റ്റെബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ജോലി സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചതാണ്. മാനേജ്മെൻറ്റ് ഫങ്ഷനിൽ വന്നിരുന്ന പോയിന്റ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്നിവയായിരുന്നു. അതുതന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മാനേജീരിയൽ ഫങ്ഷൻസ്. അതുകൂടാതെ അതിന് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്നൊരു ടൈപ്പ് കൂടിയുണ്ട്. അതിൽ വരുന്നത് ഫസ്റ്റ് പോയിന്റ് പ്രൊക്യൂർമെന്റ് ഓഫ് പേഴ്സണൽ, സെക്കൻഡ് പോയിന്റ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ, കോമ്പൻസേഷൻ ഓഫ് പേഴ്സണൽ, എംപ്ലോയീസ് ബെനിഫിറ്റ് സ്കീംസ്, മെയിൻറ്റെയിനിങ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, റെക്കോർഡ് കീപ്പിംഗ്, പേഴ്സണൽ പ്ലാനിംഗ് ആൻഡ് ഇവാലുവേഷൻ, പേഴ്സണൽ റിസർച്ച് ആൻഡ് ഓഡിറ്റ്. ഇവിടെ പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് മാൻ പവറിനെയാണ്. അതിലെ ഫസ്റ്റ് പോയിന്റ് പ്രൊക്യൂർമെന്റ് ഓഫ് പേഴ്സണൽ. പ്രൊക്യൂർമെന്റ് ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികൾ വഴി നല്ലൊരു വർക്ക് ഫോഴ്സിനെ റിക്രൂട്ട് ചെയ്തെടുക്കുക. അതാണ് ആദ്യത്തെ ഫങ്ഷൻസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ് വർക്ക് ഫോഴ്സ് ആണ്. രണ്ടാമത്തത് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. നല്ല ട്രെയിനിങ്ങും അതുപോലെ വിവിധ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുത്ത റിക്രൂട്ട് ചെയ്ത പേഴ്സണൽ അതായത് വർക്ക് ഫോഴ്സിന് അവരെ വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. തേർഡ് വൺ കോമ്പൻസേഷൻ ഓഫ് പേഴ്സണൽ. അവർക്ക് അവരുടെ ജോലിക്ക് അനുയോജ്യമായ രീതിയിൽ കോമ്പൻസേഷൻ അതായത് വേജ്, സാലറി, ഇൻസെൻറ്റീവ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. അതാണ് തേർഡ് ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഫോർത്ത് വൺ എംപ്ലോയീസ് ബെനിഫിറ്റ് സ്കീംസ്. അതായത് ഒരു ജോലിക്കാരൻ്റെ ഒരു ജീവനക്കാരൻ്റെ പുരോഗതിക്ക് വേണ്ടി അതായത് ബെനിഫിറ്റിന് വേണ്ടി ഉള്ള സ്കീമുകൾ, വ്യത്യസ്ത സ്കീമുകൾ, ഇൻഷുറൻസ് അതെല്ലാം അവയിൽ ഉൾപ്പെടും. അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഫോർത്ത് പോയിന്റ്. അതുപോലെ ഫിഫ്ത്ത് പോയിന്റ് മെയിൻറ്റെയിനിങ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഒരു ഇൻഡസ്ട്രിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഉള്ള വർക്ക് ഫോഴ്സുകൾക്ക് ഇടയിൽ നല്ല ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഫിഫ്ത്ത് ഫങ്ഷൻ. സിക്സ്ത് ഫങ്ഷൻ ഈസ് റെക്കോർഡ് കീപ്പിംഗ്. റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വർക്ക് ഫോഴ്സിലെ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു ജീവനക്കാരനെ കുറിച്ചുള്ള അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കുക. അവർ ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ ജോലിയുടെ ഡിഫറെൻറ്റ് പൊസിഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്തു വെക്കുക എന്നുള്ളതാണ് സിക്സ്ത് പോയിന്റ്. സെവൻത് പോയിന്റ് പേഴ്സണൽ പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ. അതായത് ഒരു ജോലി ചെയ്യാൻ ഇപ്പോൾ നിലവിലുള്ള വർക്ക് ഫോഴ്സ് മതിയാവാതെ വരികയോ അല്ലെങ്കിൽ അത് തികയാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കൂടുതൽ വർക്ക് ഫോഴ്സിനെ റിക്രൂട്ട് ചെയ്യുകയും അതുപോലെയുള്ള കാര്യങ്ങൾ എയിം ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് സെവൻത് ഫങ്ഷൻ ഓഫ് HRM എന്ന് പറയുന്നത് പേഴ്സണൽ പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ റിസർച്ച് ആൻഡ് ഓഡിറ്റ്. അതായത് ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഒരു കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളെ വേണ്ട രീതിയിൽ നിരീക്ഷിക്കുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അത് നടത്തുക എന്നതാണ് എയ്ത്ത് ഫങ്ഷൻ. ഈ 8 ഫങ്ഷൻസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുള്ളത്.